ഇന്ന് കായ്പോള ഉണ്ടാക്കാം. അതിന് ഇത് 2 ഏത്തക്കയുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാം. കായ്പോളയ്ക്ക് വേണ്ടി ആദ്യം കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കാഷ്നട്ട്, അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇടാം. ഇനി കോരിയെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഏത്തക്ക അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാം. 10 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലിട്ട് വഴട്ടാം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് 3 മുട്ട, ഒരു ഞുള്ളുപ്പ്, പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. 3 ടേബിൾ സ്പൂൺ ഉണ്ട് പാല്, ഒരു 3 ഏലക്കായുടെ കുരു, അല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്താലും മതി. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് വഴന്നിട്ടിട്ട് ഇനി ഇത് ഓഫാക്കാം. ഒത്തിരി വേഗണ്ട. ഏത്തക്ക വഴറ്റിയതിലേക്ക് ഇടാം. കാഷ്നട്ടും റൈസിനും ഒക്കെ എടുത്ത് വെച്ചേക്കുന്ന ഇതിലോട്ട് അത് ഈ മുട്ടയുടെയും പഞ്ചസാരയൊക്കെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓണാക്കാം. ഓണാക്കിയിട്ട് ഇതുകൊണ്ട് ഒരു പാത്രം വെക്കാം. എന്തെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം, അതിലേക്ക് ഇത് ഇറക്കി വെക്കാം. ഒരു പാൻ ഇതുകൂടെ തവ ഇറക്കി വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിക്കാം. ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 15-20 മിനിറ്റോളം എടുക്കും ഇതൊന്ന് കുക്കാകാൻ. ഒരു ലോ ഫ്ലെയിമിൽ ഒരു കുറച്ചുകൂടെ കൂട്ടി വെക്കാം. ഇത് 20 മിനിറ്റ് ആയിപ്പം വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി മാറ്റാം. ഓഫാക്കാം. ഇത് ഇതിലും ഇച്ചിരി പൊക്കമുള്ള ഒരു പാത്രത്തിലിടുന്നതാണ് നല്ലത്. ഇങ്ങനെ ഈ വിസ്താരം ഇങ്ങനെ കുറഞ്ഞിട്ട് പൊക്കമുള്ള പാത്രത്തിലാണ് നല്ലത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മലബാർ സ്നാക്ക്.